വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്തുണ്ട്. ആ സൂറത്ത് നീ പതിവാക്കുകയാണെങ്കിൽ, നിത്യവും നീ ഓതുകയാണെങ്കിൽ, മരണസമയത്ത് സ്വർഗത്തെ കാക്കുന്ന മലക്ക് വന്നുകൊണ്ട് നിനക്ക് പാനീയം കുടിപ്പിക്കുന്നതാണ്. ഏതാണ് ആ സൂറത്ത്? ഒരു വട്ടം ഓതിയാൽ തന്നെ 10 ഖത്മ് ഓതിയ പ്രതിഫലം നിന്റെ അക്കൗണ്ടിൽ രേഖപ്പെടുത്തുന്ന സൂറത്ത്, വളരെ മഹത്തായ ആ സൂറത്ത് ഏതാണ്? ആ സൂറത്തിന്റെ ചുരുങ്ങിയ പ്രതിഫലങ്ങളും നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വീഡിയോ പൂർണ്ണമായും കാണുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും തീർത്തു തരുമാറാകട്ടെ. ഒരുപാട് ആളുകൾ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു തആല എല്ലാവരുടെയും എല്ലാ കടബാധ്യതകളും തീർക്കാനുള്ള വഴികൾ, മാർഗങ്ങൾ അല്ലാഹു തആല എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കുമുള്ള മരുന്ന് ഖുർആനിലുണ്ട്. എല്ലാത്തിനും ഖുർആൻ മരുന്നാണ്. കച്ചവടത്തിൽ നമുക്ക് പുരോഗതി വേണോ? അതിന് ഖുർആനിൽ മാർഗമുണ്ട്. സന്താനങ്ങൾ ജനിക്കണോ? ഖുർആനിൽ മാർഗമുണ്ട്. നല്ല ഭർത്താവിനെ ലഭിക്കണോ? ഖുർആനിൽ മാർഗമുണ്ട്. നല്ല ഭാര്യയെ ലഭിക്കണോ? ഖുർആനിൽ മാർഗമുണ്ട്. ദുനിയവിയും ഉഖ്റവിയുമായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനെല്ലാം മാർഗം വിശുദ്ധ ഖുർആനിലുണ്ട്. നാം അത് തേടി പിടിക്കണം. ഇൻഷാ അല്ലാഹ് ഒരു സൂറത്തിനെ നമുക്ക് ഇന്ന് പരിചയപ്പെടാം. ആ സൂറത്തിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന നേട്ടങ്ങളും നമുക്ക് മനസ്സിലാക്കാം. ആ സൂറത്തിന്റെ നേട്ടങ്ങൾ മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ പിന്നെ ഒരിക്കലും നാം ആ സൂറത്ത് നഷ്ടപ്പെടുത്തില്ല. അത്രമാത്രം വലിയ ശ്രേഷ്ഠത ആ സൂറത്തിനിക്കുണ്ട്. നമുക്കൊക്കെ അറിയുന്ന സൂറത്താണത്, സൂറത്തു യാസീൻ. നമ്മിൽ നിന്ന് ഒരുപാട് ആളുകൾക്ക് കാണാതെ അറിയുന്ന സൂറത്താണ് സൂറത്തു യാസീൻ. പക്ഷെ ഓതുന്ന സമയത്ത് പലരും അതിൻ്റെ മദ്ദുകളും ഷദ്ദുകളും ശ്രദ്ധിക്കാതെ, നിയമങ്ങളും ശ്രദ്ധിക്കാതെ വെറുതെ അങ്ങ് പാരായണം ചെയ്തു പോകുന്ന ഒരു സ്വഭാവമുണ്ട്. യാസീൻ വൽ ഖുർആനിൽ ഹക്കീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം എന്ന് പറഞ്ഞിട്ട് അതിന്റെ അക്ഷരങ്ങളൊന്നും ശ്രദ്ധിക്കാതെ, മഖറജൊന്നും ശ്രദ്ധിക്കാതെ, ഖാഫും ശ്രദ്ധിക്കാതെ ഒക്കെ ഓടിപ്പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അത്തരം ആളുകളുടെ ഓത്തിനെ വിശുദ്ധ ഖുർആൻ തന്നെ ശപിക്കും. ഇവനൊന്ന് ഓത്ത് നിർത്തിയിരുന്നെങ്കിലെന്ന് ഖുർആൻ ശപിക്കുന്ന ഒരു വിഭാഗമുണ്ടെന്ന് മുത്തുനബി പഠിപ്പിച്ചത് കാണാൻ കഴിയും. അപ്പോൾ അതിനെ തൊട്ട് അല്ലാഹു തആല നമ്മെ കാക്കുമാറാകട്ടെ. ഓതുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ച്, അക്ഷരങ്ങളൊക്കെ ശ്രദ്ധിച്ച്, അതിന്റെ മഖറജുകളും നിയമങ്ങളും ഒക്കെ ശ്രദ്ധിച്ച്, മദ്ദും ഷദ്ദും ഒക്കെ ശ്രദ്ധിച്ച് വളരെ ആദരവോടുകൂടി വിശുദ്ധ ഖുർആൻ ഓതാൻ വേണ്ടി നാം ശ്രമിക്കണം. അല്ലാഹു തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. സൂറത്തു യാസീനിന്റെ പ്രതിഫലം പറഞ്ഞ സ്ഥലത്ത് മഹാന്മാർ രേഖപ്പെടുത്തിയത് കാണാം. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ കഴിയും. ഫമൻ ഖറഅഹാ ഹീന യുംസി വഹീന യുസ്ബിഉ വഫറല്ലാഹു ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖറ. ഒരാൾ സൂറത്തു യാസീനിനെ രാവിലെയും വൈകുന്നേരവും അവൻ പാരായണം ചെയ്തു കഴിഞ്ഞാൽ, നിത്യമായി അവൻ പാരായണം ചെയ്യുകയാണെങ്കിൽ, അത് കാരണമായി അല്ലാഹു തആല അവന്റെ മുൻ കഴിഞ്ഞ ദോഷങ്ങളും വരാനിരിക്കുന്ന ദോഷങ്ങളും അല്ലാഹു തആല അവനക്ക് പുറത്തു കൊടുക്കുമെന്നാണ്. ഇത്രയും വലിയ പ്രതിഫലം സൂറത്ത് യാസീനുണ്ട്. അതുപോലെ തന്നെ മഹാന്മാർ പഠിപ്പിക്കുന്നത് കാണാം. വമൻ ഖറഅ സൂറത്ത് യാസീൻ ഇദാ അസ്ബഹ, ഒരാൾ രാവിലെ സൂറത്ത് യാസീൻ ഓതിക്കഴിഞ്ഞാൽ, ലം യസൽ ഫർഹൻ ഹത്താ യുംസി, വൈകുന്നേരം വരെ അവൻ നല്ല ഹാപ്പി ആയിരിക്കും, നല്ല സന്തോഷവാനായിരിക്കും. അതുപോലെ തന്നെ വൈകുന്നേര സമയത്ത് അവൻ പാരായണം ചെയ്തു കഴിഞ്ഞാൽ നേരം പുലരുന്നത് വരെ അവൻ നല്ല ഹാപ്പി ആയിരിക്കും, നല്ല സന്തോഷവാനായിരിക്കും. ഇതിലും വലിയൊരു നേട്ടം നമുക്ക് എന്താണ് വേണ്ടത്? മാത്രവുമല്ല, സൂറത്തു യാസീൻ സ്ഥിരമായി പാരായണം ചെയ്യുന്ന ഒരാൾ, ആ മനുഷ്യൻ മരണപ്പെടുന്ന സമയത്തുള്ള അവന്റെ ദാഹം
മഹാന്മാര് പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. കടലിലുള്ള വെള്ളം മുഴുവൻ കുടിച്ചാൽ പോലും അവന്റെ ദാഹം തീരില്ല എന്നാണ്. അത്രമാത്രം വലിയ ദാഹമുള്ള ആ സമയത്ത് സ്വർഗത്തെ കാക്കുന്ന മലക്കായിരിക്കുന്ന റിദ്വാൻ അലൈഹിസ്സലാം ഒരു പ്രത്യേകമായിരിക്കുന്ന പാനീയം കൊണ്ടുവന്നുകൊണ്ട് ഈ മനുഷ്യനെ കുടിപ്പിക്കുകയാണ്. ഈ മനുഷ്യൻ ഈ പാനീയം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനിക്ക് മരണസമയത്ത് അവനിക്ക് ദാഹമില്ല, ഖബറിൽ അവനിക്ക് ദാഹമില്ല, മഹ്ശറയിൽ അവനിക്ക് ദാഹമില്ല, സ്വർഗത്തിൽ പ്രവേശിച്ചാൽ പോലും അവനിക്ക് ദാഹമില്ല എന്ന് മഹാന്മാര് പഠിപ്പിച്ചത് കാണാൻ കഴിയും. അപ്പോൾ അത്രയും വലിയ പ്രതിഫലമുള്ള സൂറത്താണ് സൂറത്ത് യാസീൻ. ഇത്രയും വലിയൊരു പ്രതിഫലം നമുക്ക് മറ്റെവിടെ നിന്നാണ് കിട്ടുക? നിത്യവും നമുക്ക് പാരായണം ചെയ്യാൻ കഴിയുന്ന എളുപ്പമുള്ളൊരു സൂറത്താണ് സൂറത്ത് യാസീൻ. കാരണം നാം നിത്യവും പാരായണം ചെയ്ത് കാണാതെ പഠിച്ചവരാണ് നാം എല്ലാവരും. ഓതുന്ന സമയത്തൊന്ന് ശ്രദ്ധിച്ചു ഓതണമെന്ന് മാത്രം. അപ്പോൾ ഈ യാസീനിനെ നമ്മുടെ ജീവിതത്തിൽ നാം പതിവാക്കുക. ഈ യാസീൻ സൂറത്ത് ഒരാൾ ഓതിക്കൊണ്ടിരിക്കാൻ മരണപ്പെട്ടു. 10 മലക്കുകൾ അല്ലാഹു തആല അവനിക്ക് വേണ്ടി പ്രത്യേകമായി നിയമിക്കുകയാണ്. അല്ലാഹുവേ, ഈ മനുഷ്യനെ നീ പുറത്തു കൊടുക്കണേ. ഇവനിക്ക് പൊറുക്കലിനെ ചോദിക്കാൻ വേണ്ടി 10 മലക്കുകൾ അല്ലാഹു തആല പ്രത്യേകം തയ്യാറാക്കുകയാണ്. മാത്രവുമല്ല, മനുഷ്യനിക്ക് ഖബറിൽ ഒരു അദാബും ഉണ്ടായിരിക്കുകയില്ല, ഒരു ശിക്ഷയും അവനിക്ക് ഖബറിൽ ഉണ്ടാവുകയില്ല. നാളെ മഹ്ശറയിൽ എത്തിക്കഴിഞ്ഞാലോ അവനിക്ക് വേണ്ടി സൂറത്ത് യാസീൻ അള്ളാഹുവിനോട് ശഫാഅത്ത് ചെയ്യുകയാണ്. പടച്ച റബ്ബേ, ഇവനിക്ക് നീ പുറത്തു കൊടുക്കണം, ഇവൻ എന്നെ ഓതിയവനാണ്, ഇവനിക്ക് നീ രക്ഷ നൽകണേ എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്ത് യാസീൻ അള്ളാഹുവിനോട് ശഫാഅത്ത് ചെയ്യുന്നതാണ്. ഇത്രയും വലിയ പ്രതിഫലം സൂറത്ത് യാസീനുണ്ട്. മാത്രവുമല്ല, സൂറത്ത് യാസീൻ ഒരു തവണ ഓതിക്കഴിഞ്ഞാൽ 10 ഖത്മ് ഖുർആൻ 10 തവണ പൂർത്തിയാക്കിയ പ്രതിഫലമാണ് ഒരൊറ്റ യാസീൻ ഓതിയാൽ രേഖപ്പെടുത്തുന്നത്. നമുക്ക് 10 ഖത്മ് പൂർത്തീകരിക്കണമെങ്കിൽ 10 റമളാൻ നമ്മിലേക്ക് വരണം. നമുക്ക് ഖത്മ് തീർക്കുന്നതിന്റെ അവസ്ഥ എങ്ങനെയാണ്? ഒരു റമളാൻ വന്നാൽ ഒരു ഖത്മ് നമ്മൾ ഓതി തീർക്കും. ഇങ്ങനെ 10 റമളാനുകൾ വന്നിട്ട് വേണം നമുക്ക് 10 ഖത്മ് ഓതി തീർക്കണമെങ്കിൽ. ആ സ്ഥാനത്ത് ഒരു യാസീൻ ഓതിക്കഴിഞ്ഞാൽ 10 ഖത്മ് ഓതിയവനെ പോലെയുള്ള പ്രതിഫലം അല്ലാഹു തആല നമ്മുടെ അക്കൗണ്ടിൽ രേഖപ്പെടുത്തുകയാണ്. വലിയ പ്രതിഫലമാണത്, ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുക. അല്ലാഹു തആല ഓതാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സൂറത്ത് യാസീനിന്റെ മഹത്വം നാം മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ നാം ആ സൂറത്ത് യാസീനെ കൊണ്ടു നടക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അതുപോലെ മറ്റു സൂറത്തുകളൊക്കെ, ധാരാളം സൂറത്തുകളുടെ മഹത്വങ്ങൾ ഇന്നലത്തെ വീഡിയോയിലും നാം നിത്യവും പതിവാക്കേണ്ട, ഇശാ മഗ്‌രിബിനിടയിൽ നമ്മുടെ വീട്ടിൽ പതിവാക്കേണ്ട സൂറത്തുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിലും സൂറത്ത് യാസീന്റെ മഹത്വം നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ നേരത്തെ തുടക്കത്തിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേടിയെടുക്കാനുള്ള എന്ത് ആഗ്രഹമാണുള്ളത്. ഇനി വിവാഹം ശരിയാകാത്ത ഒരു പെൺകുട്ടിയാണെങ്കിൽ അവൾക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ ആ പെൺകുട്ടി നല്ല ഭർത്താവിനെ കിട്ടണമെന്ന ഉദ്ദേശത്തോടുകൂടി സൂറത്ത് യാസീൻ പാരായണം ചെയ്യുക. സൂറത്ത് യാസീൻ പാരായണം ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആദ്യം സൂറത്ത് യാസീൻ തുടങ്ങി 1-ാമത്തെ മുബീൻ വരെ എത്തി. 1-ാമത്തെ മുബീൻ എത്തിയതിനു ശേഷം അവിടെ നിർത്തിയിട്ട് വീണ്ടും യാസീൻ മുതൽ തുടങ്ങി 2-ാമത്തെ മുബീൻ വരെ ഓതുക. എന്നിട്ട് 2-ാമത്തെ മുബീൻ എത്തി അവിടെ നിർത്തിയിട്ട് വീണ്ടും തുടക്കത്തിൽ നിന്ന് യാസീൻ മുതൽ തുടങ്ങി 3-ാമത്തെ മുബീനിൽ നിർത്തുക. ഇങ്ങനെ 3-ാമത്തെ മുബീൻ എത്തിയതിനു ശേഷം അവിടെ നിർത്തി വീണ്ടും തുടക്കത്തിൽ നിന്ന് തന്നെ തുടങ്ങി 4-ാമത്തെ മുബീനിൽ അവസാനിപ്പിക്കുക. ഇങ്ങനെ 4-ാമത്തെ മുബീനിൽ അവസാനിപ്പിച്ച് വീണ്ടും തുടക്കത്തിൽ നിന്ന് തുടങ്ങി 5-ാമത്തെ മുബീനിൽ അവസാനിപ്പിക്കുക. അങ്ങനെ വീണ്ടും 1-ാമത്തെ മുബീൻ മുതൽ തുടങ്ങി 6-ാമത്തതിൽ അവസാനിപ്പിക്കുക. 6-ാമത്തെ മുബീനെത്തി അവിടെ വീണ്ടും തുടക്കത്തിൽ നിന്ന് ഓതിയിട്ട് 7-ാമത്തെ മുബീനിൽ അവസാനിപ്പിക്കുക. യാസീൻ തുടക്കത്തിൽ നിന്ന് തുടങ്ങി ഓതി പൂർണ്ണമാക്കുക. ഇങ്ങനെ പൂർത്തിയാക്കിയതിനു ശേഷം സൂറത്തുൽ ഫാത്തിഹ ഓതി അല്ലാഹുവിനോട് അവളുടെ ഉദ്ദേശം പറഞ്ഞുകൊണ്ട്, പടച്ച റബ്ബേ, എനിക്ക് നല്ലൊരു സ്വാലിഹായ ഭർത്താവിനെ തരണേ, പെണ്ണിനെ കിട്ടാൻ പ്രയാസപ്പെടുന്ന
പുരുഷനാണെങ്കിൽ നല്ലൊരു സ്വാലിഹായ ഒരു ഇണയെ എനിക്ക് തരണേ എന്നവനിക്ക് ദുആ ചെയ്യാം. ഇനി കച്ചവടത്തില് അഭിവൃദ്ധി ലഭിക്കണം, ബറക്കത്ത് ലഭിക്കണം, നല്ല ലാഭം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവന് ഇതുപോലെ ചെയ്യാം. നല്ല വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇതുപോലെ ചെയ്യാം. കടങ്ങൾ വീടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇതുപോലെ ചെയ്യാം. നിങ്ങൾ ചെയ്തു നോക്കൂ. കുറച്ച് ദിവസങ്ങൾ ചെയ്യുമ്പോഴേക്ക് നിങ്ങൾക്കിതിന്റെ പ്രതിഫലം, നിങ്ങൾക്കിതിന്റെ ഫലം അനുഭവിക്കാൻ കഴിയും. ഒരുപാട് ആളുകൾക്ക് ഇത് പറഞ്ഞു കൊടുത്ത് ഫലം ലഭിച്ചിട്ടുണ്ട്, അനുഭവവുമുണ്ട്. അല്ലാഹു തആല ഇതുപോലെ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇതുപോലെ ചെയ്യുക. അതിന്റെ നിങ്ങൾക്ക് ലഭിച്ച പ്രതിഫലങ്ങൾ നിങ്ങൾ കമന്റായി രേഖപ്പെടുത്താനും മറക്കരുത്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും ദൂരീകരിച്ചു തരുമാറാകട്ടെ. ഹലാലായ ആവശ്യങ്ങളൊക്കെ അല്ലാഹു തആല നിറവേറ്റി തരുമാറാകട്ടെ. സൂറത്ത് യാസീൻ നമ്മുടെ ഖൽബിൽ ഉണ്ടായിരിക്കണം, നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആഗ്രഹം പ്രകടിപ്പിച്ചതാണ്, എല്ലാവരുടെയും ഹൃദയത്തിൽ സൂറത്ത് യാസീൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് മുത്തുനബി ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഖൽബുൽ ഖുർആനാണ് സൂറത്ത് യാസീൻ. ഖുർആനിന്റെ ഹൃദയം എന്നാണ് സൂറത്ത് യാസീനെ കുറിച്ച് വിശേഷിപ്പിച്ചത്. ആ സൂറത്ത് യാസീൻ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. നാം നിത്യമായി പാരായണം ചെയ്യുമ്പോൾ അറിയാതെ നാം അത് കാണാതെ പഠിച്ചു പോകും. അങ്ങനെ ദിവസവും മോദി നമ്മുടെ ഹൃദയത്തിൽ സൂറത്ത് യാസീൻ ഉണ്ടായിരിക്കണം. അല്ലാഹു തആല പഠിക്കാനും ദിവസം പാരായണം ചെയ്യാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ അറിവിനെ നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കണം. നിങ്ങൾ ഷെയർ ചെയ്തു കൊടുത്ത കാരണം കൊണ്ട് ഒരാൾ ഈ അമൽ ചെയ്താൽ, ഇതുപോലെ ഓതിയാൽ അതിനൊരു പ്രതിഫലം നിങ്ങൾക്ക് കൂടി രേഖപ്പെടുത്തും, നിങ്ങൾക്ക് കൂടി എഴുതും. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.